ഇതൊരു സാധാരണ പൈനാപ്പിൾ ആണെന്ന് കരുതിയോ? എന്നലല്ല. ഹായ് കൂട്ടുകാരി, എല്ലാവർക്കും ചക്കഡാഷ് വേൾഡിലേക്ക് സ്വാഗതം. ഇനി നമ്മളെ മുറ്റത്തന്നെ നമ്മളൊരു പൈനാപ്പിൾ, അടിപൊളി പൈനാപ്പിൾ, പിന്നെ നമ്മൾ ഇങ്ങനെ പൈനാപ്പിൾ വാങ്ങിയപ്പോൾ അതിൻ്റെ തല കുത്തിയതായിരുന്നു. ഒരു അടിപൊളി പൈനാപ്പിൾ ഏകദേശം 2 കിലോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു 7 മാസമായിട്ടുള്ളൂ. അപ്പോഴേക്കിന് ഇപ്പം ചക്ക ഉണ്ടായി. 7-8 മാസമായി ഉണ്ടാവും. ഇപ്പോൾ ഒരു അടിപൊളി ചക്ക കിട്ടി. ഇപ്പോൾ പഴുത്തേക്ക് നല്ലോണം പഴുത്തിട്ടില്ല. ഇനി മഴ ആയിക്കൊണ്ട് നമ്മൾ വേഗം വിളവെടുത്തതാണ്, പറിച്ച് എടുത്തതാണ്. ഇനി വെച്ചാൽ ചിലപ്പോൾ ഈ കേടൊന്നും സാധ്യതയുണ്ട്, മഴ അല്ലേ. അപ്പോൾ അതുകൊണ്ട് വേഗം പറിച്ചതാണ്. ഏകദേശം 2 കിലോ ഒക്കെ ഉണ്ട്. ഇത് നമുക്ക് വെറുതെ ഇപ്പോൾ പിന്നെ ഒരു മുടക്കൂല. ആടാണ്ട് വെച്ചിട്ട് ഒരു വളവും കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. അപ്പം ഇനിയിപ്പോൾ അതിന്മേൽ രണ്ടാമതൊരു തൂമ്പ് വരുന്നുണ്ട്, അടുത്ത പൈനാപ്പിൾ. അപ്പോൾ ഒടിച്ചതിൻ്റെ ആ ഭാഗത്ത് തന്നെ ഇപ്പോൾ ഒരു ഇതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ തല ഒടിച്ച് കുത്തിക്കുകയാണെങ്കിൽ അതും ഒരു 5-6 മാസം കൊണ്ട് തന്നെ പൈനാപ്പിളാവും. അപ്പം എനിക്ക് പിന്നെ ടെറസിലൊക്കെ ഞാനിങ്ങനെ കുത്തിയിട്ട് കുറേ പൈനാപ്പിൾ ഇപ്പോൾ കിട്ടി. നമുക്കൊരു മുടക്കില്ലാത്ത, ഇതിന് കാര്യമായിട്ട് വളമൊന്നും ചെയ്ത് കൊടുക്കണ്ട. എപ്പോഴും ആണെങ്കിൽ ലേശം ചാണകപ്പൊടി ഇട്ടെടുത്ത് ചെയ്യും. ഇനി കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. ടെറസിലൊക്കെ ആണെങ്കിൽ പിന്നെ ഗ്രോ ബാഗിലാണെങ്കിലും ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കണം, അത്രേ ഉള്ളൂ. നിലത്താണെങ്കിൽ നനയ്ക്കേണ്ടൊന്നും ആവശ്യമില്ല. ഏതായാലും നമ്മൾ ചെത്തി വെക്കാണ്. അതിന് പറിച്ചിന് വെച്ചേക്കാനൊന്നും സമയമല്ല. ഞാൻ അതിൻ്റെ ടേസ്റ്റ് നോക്കണം. ഫ്രഷ് സാധനമല്ലേ, അതിൽ മരുന്ന് കുത്തി വെച്ചൊന്നുമല്ല. ഇപ്പം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ മരുന്ന് കുത്തിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏടെങ്കിലുമൊക്കെ ചീഞ്ഞിട്ടുണ്ടാവും. ഈ കുത്തിയേക്കുന്ന ഭാഗത്തൊക്കെ ചെയ്യും. ഇത് ഫ്രഷാണ്, അടിപൊളി സംഭവം. ഇനി കളറൊന്നും ആയിട്ടില്ല, ഒന്നുകൂടി ഒന്ന് ചുവപ്പ് പിടിക്കും. അപ്പോൾ ചെത്തിയൊക്കെയാണ്. ചെത്തി അതിൻ്റെ ആ സാധനം ഉണ്ടല്ലോ, ഒരു മുള്ളു പോലത്തെ, അത് ശരിക്ക് പോക്കില്ലെങ്കിൽ ഒരു ചൊറിച്ചിലാണ്. അത് ശരിക്കാണ് പോക്കണം. ചിലരൊന്നും അത് പോക്കില്ല. അത് തന്നെ. അപ്പം അത് നാവിലൊക്കെ കുത്തിന് നാവിനൊക്കെ ചൊറിച്ചിലാണ് വരിക. ഇത് നമുക്ക് നല്ല അടിപൊളിയാണ്. ഒരു ഇതുമില്ല, ഒരു വളവും ചേർത്തിട്ടില്ല, ഒന്നുമില്ല, ഒരു മരുന്ന് മേടിച്ചിട്ടില്ല. ഈ നമ്മൾ ഈ അങ്ങാടിയിൽ നിന്ന് എടുക്കുന്നതൊക്കെ പോലെ ഒന്നായിട്ട് കുത്തിയൊക്കെ ആയി, അതൊക്കെ ഒന്നായിട്ട് പഴുത്ത് വരാൻ വേണ്ടിയിട്ട് അവർ കുത്തിയേക്കുന്നതാണ്. അപ്പോൾ ചെറുതും വലുതും മൂക്കാത്തതൊക്കെ പഴുത്തുകൊണ്ട് വരും. നമുക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നാടനാകുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് മൂത്തിട്ട് തന്നെ പറിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അതിൻ്റെ പിന്നെ കൊമ്പൊക്കെ കിട്ടുകയാണെങ്കിൽ, അതിൻ്റെ തൂമ്പ് കിട്ടുകയാണെങ്കിൽ പൈനാപ്പിൾ വാങ്ങുമ്പോൾ ചിലവല്ല അവിടെ ഒഴിവാക്കി പോരും. എന്നാലും കിട്ടുകയാണെങ്കിലൊക്കെ ഇങ്ങനെ കുത്തി വെച്ചെങ്കിൽ പെട്ടെന്ന് വേര് പിടിച്ചെങ്ങാണ്ടായിക്കോളും. ഒരു മുടക്കില്ലാത്ത പരിപാടിയല്ലേ. പൈനാപ്പിൾ എന്ന് പറയുമ്പോൾ വാങ്ങുകയാണെങ്കിൽ നല്ല സീസണിലൊക്കെ 80 റുപ്യ 100 റുപ്യ വരെ ഒക്കെ കൊടുക്കണം 1 കിലോ തന്നെ. അപ്പോൾ നമുക്കൊന്നും ഉണ്ടായി കിട്ടിയാൽ നമുക്ക് ആസ്വദിച്ച് പറിച്ച് തിന്നാം. ഞാനിപ്പോൾ ആദ്യം ഇപ്പോൾ നമ്മളെ മെനക്കെടയില്ലായിരുന്നു. ഇപ്പം ഇങ്ങനെ നോക്കി ഒരു കവറിൽ ഗ്രോ ബാഗിൽ ഇങ്ങനെ വെച്ച്, അപ്പോൾ അത് അതിന്മേൽ വിളവിട്ടിയാൽ അപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ലൊരു ഐഡിയ ആണ്. നമുക്കിപ്പോൾ മുടക്കൊന്നുമില്ലല്ലോ. പിന്നെ തയ്യൊക്കെ കിട്ടുകയാണെങ്കിൽ വേഗം പെട്ടെന്ന് തന്നെ ഉണ്ടായിക്കോളും. മറ്റേത് അത്രയും വർക്ക് ഉണ്ടാവില്ല. ചില ആൾക്കാരുണ്ട് 5 കൊല്ലമായാലും അതിൻ്റെ പിന്നെ തൂമ്പ് വെച്ചിട്ടാണെങ്കിൽ വരൂല. അത് വെറുതെ പറയാം കേട്ടോ. അത് വെച്ച് നോക്കിയാലേ അറിയൂ. എനിക്കിപ്പോൾ ഉണ്ടായത് 5-8 മാസം കൊണ്ട് തന്നെ കായ് കിട്ടി. അപ്പോൾ 5 കൊല്ലം കൊണ്ടും കായ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഒരു വെറുതെ പറയുകയാണ്. അതൊക്കെ നമ്മൾ നട്ടു നോക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ വിവരം അറിയാം, എത്ര കൊല്ലം വേണമെന്നൊക്കെ. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. 5 കൊല്ലം കൊണ്ട് കിട്ടൂല, 6 കൊല്ലം കൊണ്ട് കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ കിട്ടും. നമ്മളതിനെ ശ്രമിച്ചാൽ മതി. വേനലൊക്കെ വെക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കണമല്ലോ, അത്രേ പ്രശ്നമുള്ളൂ. ഏതായാലും ഒന്ന് ടേസ്റ്റ് നോക്കാനൊക്കെ കട്ട് ചെയ്ത് വെച്ച് എന്താണ് സ്ഥിതി എന്നൊന്നും നോക്കണമല്ലോ, മധുരം ഉണ്ടോ. അപ്പോൾ നമ്മളൊരു കഷ്ണം ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുക. അടിപൊളിയാണ് സംഭവം. ടേസ്റ്റ് മധുരമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി ഒന്നും കൂടി ഒന്ന് പുളിപ്പ് മാറാനുണ്ട്. 1-2-3 ദിവസം ഇങ്ങനെ വെച്ചാൽ പുളിപ്പ് മാറിയാൽ. പക്ഷേ നമുക്ക് അതിന് ടൈമില്ല. വേഗം പൊട്ടിച്ചപ്പം തന്നെ ആ ഫ്രഷിൽ തന്നെ ചെത്തി തിന്നുക. ഈ ഒരു പുളിപ്പുണ്ട്, എന്നാലും കുഴപ്പമില്ല, നല്ല നീരുവാ.